ഇതാണ് അവർ തന്ന ഗിഫ്റ്റ് വോച്ചർ കേട്ടോ. കോവളം, കൊടൈക്കനാല്, കോർബറ്റ്, കൊൽക്കത്ത ആൻഡ് പ്യൂനെ. ഫുഡ് കഴിക്കാൻ വന്നാണോ? ഫുഡ് എന്നതാ കയ്യിൽ തന്നെ ഇരിക്കണേ? ഇതെന്നതാ? എടാ മോനെ, എടാ നീ ഇതിലെ മുഴുവൻ ഉപ്പിട്ട് നിരത്തി. കൊട്ടല്ലേ. ആ മോൻ തുടച്ചോ. ഹോട്ടലിൽ കയറി കഴിഞ്ഞാലുള്ള സ്ഥിരം പരിപാടിയാണ് ഈ സാധനം. സണ്ടമ്മപ്പുറം എടുത്തിട്ട് ചൂടാണോ? ഊതണം. ഇന്നപ്പത്തേന് ഇഷ്യൂ ബേബി ഉറങ്ങി കേട്ടോ. മതി ഒരെണ്ണം എടുത്തില്ല. മതി അത് ഇത് പിന്നെ എന്താ? അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു വ്ളോഗാണ്. അപ്പൊ ഇന്ന് സാറ്റർഡേ ആട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധാരണ മാളുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഓരോരോ കൂപ്പൺസ് പൂരിപ്പിച്ചിടൂലേ. അപ്പൊ അങ്ങനെ നമ്മൾ ഏതോ ഒരു മാളിൽ ചെന്നപ്പോൾ നമ്മൾ പൂരിപ്പിച്ചിട്ടതിൻ്റെ ഇതായിട്ട് നമുക്കൊരു ടൂർ പാക്കേജ് നമുക്ക് ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ടെന്ന് ഒരു ടീം വിളിച്ചു പറഞ്ഞു കേട്ടോ. കൺട്രി ക്ലബ്ബ് എന്ന് പറയുന്നവരുടെ 35 ഇയേഴ്സ് കംപ്ലീറ്റ് ആയതിൻ്റെ ഒരു സെലിബ്രേഷൻ എന്ന നിലയിലാണ് അവർ ഒരു ടൂർ പാക്കേജ് അറേഞ്ച് ചെയ്യുന്നത്. ഒരു ഫാമിലിക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള അവർ വിളിച്ചു പറഞ്ഞു. അപ്പൊ നമ്മൾ അത് മേടിക്കാനായിട്ട് ഇന്ന് പോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാലാണ് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഇവരുടെ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം കലൂരാണോ. അപ്പൊ അവർ വിളിച്ച് ലൊക്കേഷനും അവരുടെ ഡീറ്റെയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് സാറ്റർഡേ ഫ്രീ ആയതുകൊണ്ട് നമ്മൾ ഇന്ന് സാറ്റർഡേ പോയി കളക്ട് ചെയ്യാന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ അവര് ഓൾറെഡി വാട്സപ്പിനകത്ത് അവരുടെ പാക്കേജും കാര്യങ്ങളൊക്കെ അയച്ചു തന്നായിരുന്നു. അപ്പൊ അതിനകത്ത് കുറച്ച് പ്ലേസുകളുണ്ട് അവരുടെ, അതായത് റിസോർട്ട് ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്തേക്കുന്ന കുറെ ഏരിയ ഉണ്ട്. അപ്പൊ അതാണ് അവര് ഓഫർ ചെയ്യുന്നത്. അപ്പൊ അവിടെ 2 നൈറ്റ് സ്റ്റേയും 3 ഡേയും ആണ് അവര് പറയുന്നത്. അവരുടെ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോമഡേഷൻ മാത്രമേ ഉള്ളൂ. ഈ ഒരു പ്ലേസിൽ നമ്മൾ ചെല്ലണം. അവിടെ അക്കോമഡേഷനും ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആയിട്ടും തരും. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് നേരെ കലൂര് പോയിട്ട് നമുക്ക് അവരുടെ ഓഫീസുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് അറിഞ്ഞിട്ട് ഞാൻ ബാക്കി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാട്ടോ. പ്ലെയിൻ പോകുന്നുണ്ടെന്നും ഫോൺ നമ്മള് പാലാരിവട്ടത്തെ ട്രാഫിക് ആണ് ഇപ്പൊ കാണുന്നത്. പാലാരിവട്ടം സിഗ്നലിന്റെ അവിടെയാണ്. സിഗ്നലിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കുന്ന വണ്ടികളാണ്. ഈ എടപ്പള്ളിയിൽ നിന്ന് നമ്മൾ നോർത്ത് സൈഡിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഫുള്ള് സിഗ്നലും ട്രാഫിക്കുകളും ഒരുപാടുണ്ട് കേട്ടോ. ദൂരം കുറവാണെങ്കിലും നമുക്ക് നല്ല സമയം പോകുന്ന ഒരു ട്രാവലിംഗ് ആണ് ഈ എടപ്പള്ളിയിൽ നിന്ന് നോർത്തിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ. മെട്രോയ്ക്ക് പോവാണെങ്കിൽ വേഗം നമുക്ക് പോയിട്ട് തിരിച്ചു വരാനായിട്ട് കഴിയും. പിന്നെ നമ്മൾ വേറൊരു പരിപാടിയൊക്കെ ആയിട്ട് ഇന്ന് വണ്ടി കൊണ്ട് ഇറങ്ങിയതാണ്. ആ പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വണ്ടി കൊണ്ടിങ്ങ് വന്നത്. അവരുടെ ഓഫീസ് കേട്ടോ. നമ്മൾ ഏതൊക്കെ മാളിലായിരുന്നു കൊടുത്തിരുന്നത്? ഇതാണ് അവർ തന്ന ഗിഫ്റ്റ് വോച്ചർ കേട്ടോ. ഇതിനകത്ത് എല്ലാ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് നമുക്ക് ഇത് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവരുടെ തന്നെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഏത് ഡേയിൽ പോകണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാട്ടോ. സെലക്ട് ചെയ്യാം. അതിന്റെ യൂസർ നെയിമും പാസ്വേഡും അവർ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു വൗച്ചർ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് തന്നെ ആ സൈറ്റിൽ കയറിയിട്ട് ഈ യൂസർ നെയിമും പാസ്വേഡ് അടിച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പേയ്മെന്റ് ചെയ്യേണ്ട കാര്യം വരത്തില്ല. 5 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള റൂമാണ്. ഒരു റൂമും കാണും, അതിന്റെ കൂടെ തന്നെ ഹാള്, കിച്ചണ്, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉള്ള റൂം ഉണ്ടല്ലോ, അത് കൂടെ റൂമാണ്. അപ്പൊ അതുപോലത്തെ 2 നൈറ്റും 3 ഡേയുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫുഡിനും കാര്യങ്ങളൊക്കെ 20% ഓഫറും കിട്ടും അവിടെ നിന്ന് കഴിക്കുവാണെങ്കിൽ. അത്രയും കൂടെ ഈ ഒരു വൗച്ചറിനകത്ത് പെടുന്നുണ്ട് കേട്ടോ.
അടുത്ത വർഷം നവംബർ 8-ാം തീയതിക്ക് ഉള്ളിൽ നമുക്ക് ഈ ഒരു വൗച്ചർ യൂസ് ചെയ്താൽ മതി. കോവളം, കൊടൈക്കനാല്, കോർബറ്റ്, കൊൽക്കത്ത ആൻഡ് പ്യൂനെ കിട്ടിയേക്കുന്ന ഗിഫ്റ്റ് വൗച്ചറിനെ കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുള്ളൂ. സൈറ്റിൽ കയറിയിട്ട് ആ ഒരു ഡേറ്റും കാര്യങ്ങളും ഇനി നമുക്ക് ബുക്ക് ചെയ്തിട്ട് നേരെ പോയാൽ മതി കേട്ടോ. അതിന്റെ വാലിഡിറ്റി 1 ഇയറിനുള്ളിൽ എപ്പോഴും പോയാൽ മതി. 2 അഡൽസിനും 2 കിഡ്സിനും. അതായത് ഒരു ഫാമിലിക്കാണ് ഇത് കൊടുക്കുന്നത്, ഈ ഒരു ഗിഫ്റ്റ് വൗച്ചർ. അതിനകത്ത് ഇൻക്ലൂഡ് ആവുന്നത് 2 അഡൽട്സ് 2 കിഡ്സ്. അതിനകത്ത് ഇപ്പം ഉള്ള പോലെ നമുക്ക് പോകാട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കുവാണ്. ഈശോദേവിൽ ഇരുന്ന് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുവാണ്. വെള്ളം വന്നിട്ടുണ്ട്. ഈശോ ഫുഡ് കഴിക്കാൻ വന്നാണോ? ഫുഡ് എന്നതാ ഇതിനെ കയ്യിൽ തന്നെ ഇരിക്കണേ? ഇതെന്നതാ? എടാ മോനെ, എടാ നീ ഇതിലെ മുഴുവൻ ഉപ്പിട്ട് നിരത്തി. എടാ കൊട്ടല്ല. യേശു ഫുള്ള് ഇതിൻ്റെ സാൾട്ട് ആൻഡ് പേപ്പർ എടുത്തിട്ട് യേശു കമത്തിട്ടോ അവിടെ. എടാ ആരും കമത്താൻ പറഞ്ഞോ. ഇതിനെ മുഴുവൻ ഉപ്പാക്കി യേശു. കൊട്ടല്ല യേശു. മോൻ തുടച്ചോ. മോൻ തുടച്ചു. അവിടെ വെക്കണ്ട ഇനി കൈപ്പിടി തുടച്ചോ. കൈപ്പിടിച്ചോ. കളയല്ലേ. ഇവിടെ വേറെ ഭയങ്കര അലമ്പുണ്ടോ. യേശു ഹോട്ടലിൽ കയറി കഴിഞ്ഞാലുള്ള സ്ഥിരം പരിപാടിയാണ് ഈ സാധനം. സാൾട്ടം പേപ്പർ എടുത്തിട്ട് സാൾട്ടം പേപ്പർ ടിഷ്യൂ എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇനി നമ്മൾ നേരെ എടപ്പള്ളിയിൽ നേരെ കളമശ്ശേരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല ട്രാഫിക് ആട്ടോ. സമയം 2:45. ഇപ്പം നമ്മൾ ലുലുവിൻ്റെ അവിടെ എത്തി. ലുലുവിൻ്റെ അവിടെ ആ ഒരു സൈഡിൽ നല്ല ബ്ലോക്കാണ്. നമ്മൾ ബിസ്മിയിലേക്ക് പോവാണ്. വണ്ടികളെല്ലാം ചീറിപ്പാഞ്ഞ് വെക്കൊണ്ടിരിക്കുകയാണ് ഹൈവേ കൂടെ. അന്യ തിരക്കാട്ടോ, ഒരു രക്ഷയില്ല. ഇത് നല്ല ഉറപ്പാണ്. നമ്മൾ ബിസ്മിയിൽ വന്നപ്പോഴത്തേന് ഇഷ്യൂ ബേബി ഉറങ്ങി കേട്ടോ. അപ്പം എൻ്റെ തോളത്ത് കിടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കും. I wanna hear about everything you're ever thinking. You know that I can take the truth. മതി ഒരെണ്ണം എടുത്തില്ല. മതി അത് ഇത് പിന്നെ എന്താ? അപ്പൊ നമ്മള് ബിസ്മിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മുടെ വണ്ടിയിലെല്ലാം കൊണ്ടേ കയറ്റി കേട്ടോ. നമ്മളിവിടെ നേരെ വീട്ടിലേക്ക് പോവാണ്.
ഇപ്പൊ സമയം വൈകുന്നേരം 4 മണി കേട്ടോ. നമ്മള് 3 മണിയാണ്ട് കഴിഞ്ഞപ്പോ ഇവിടെ വന്നതാണ്. ഇവിടെ ഒത്തിരി സമയം പോയി. ഇഷ്യൂ ഒക്കെ എണീറ്റിട്ടോ അതിന്റെ ഇടയ്ക്ക്. ഫാനൊക്കെ മേടിച്ചു. ഫാൻ മേടിച്ചു. അങ്ങനെ നമ്മളെ വീട്ടിലെത്തി കേട്ടോ. വീട്ടിൽ വന്ന് വണ്ടി പാർക്ക് ചെയ്യുവാണ്. ഇനി സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം.